ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ ദിവസം TRBയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുപോലെ ഉള്ള അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റ് ചുളിക്കേണ്ട. ഉത്തർപ്രദേശോ പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ട, ഒന്നും നെറ്റ് ചുളിക്കേണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആയ നോട്ടിഫിക്കേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ രാജസ്ഥാന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിനെ കുറിച്ചും ഒരുപാട് വീഡിയോസ് ഉണ്ട്. ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ കയറി കൺഫ്യൂഷൻ ആകത്തില്ല. അത് കണ്ട് മനസ്സിലാക്കാനും വളരെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് UP ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങളെ തമ്മിലൈനിൽ കണ്ടതുപോലെ തന്നെ UP LT ഗ്രേഡ് ടീച്ചർ എന്നാണ് ഈ പോസ്റ്റിന്റെ പേര്. ഓക്കെ, 7466 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ TGT ആണ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണ്. LT ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസിയേറ്റഡ് ഗ്രേഡ് ടീച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് കംപ്ലീറ്റ്ലി പ്യുവർലി ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള വേക്കൻസി നിയമനമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ PGT വിളിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതിൽ TGT മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. PGT വിളിക്കാൻ പ്രവർത്തകൻ എന്നും പറഞ്ഞ് പിന്നീട് വിളിക്കും. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കും. ഓക്കെ, ഇതിനു മുമ്പ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് 2018 അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജസ്റ്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് എന്താണെന്നും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും നെഗറ്റീവ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയിക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, OTR ഓൺ ടൈം രജിസ്ട്രേഷൻ, നിങ്ങൾ കേരള PSC ചെയ്യുന്നത് പോലെ. അപ്പൊ അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തു തരാം. വളരെ സിമ്പിൾ ആണ്, എല്ലാം സിമ്പിൾ പ്രോസസ്സാണ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആഗ്രഹിക്കുന്നവരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെയും ലൈക്സിലൂടെയും രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളും നോൺ ടീച്ചിങ്, ടീച്ചിങ്, അതർ വേക്കൻസീസ് ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് അതാത് സമയങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പോസ്റ്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് അപ്പം ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB ടീച്ചറിന് ഇനി സമയമുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കത്തുള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 599 ആണ് RRB ഫീസ് എന്ന് പറയുന്നത്. പിന്നെ KVS അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. NVS CMRS DSSB, അതുപോലെ തന്നെ CTET അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. KTET അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LPUP ലോങ് ടേമിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മീൻസ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, KTET പിന്നെ ഒരു പോസ്റ്റ് നമ്മുടെ ഫിഷറീസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, ഫിഷറീസ് പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഫിഷറീസ് FI എന്ന് പറയുന്ന ഫിഷറീസ് അസിസ്റ്റന്റിന്റെ അഡ്മിഷനും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ അന്വേഷിക്കുക. നമുക്ക് ഇതിലേക്ക് വരാം. നമ്മുടെ UP LT ഗ്രേഡ് TGTയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശ് ജാഗരൺ എന്ന് പറയുന്ന പത്രത്തിൽ അതിന്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന്റെ താഴെയായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്, ജാഗരൺ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ള കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് കാണിക്കാം. ഉത്തർപ്രദേശ് ലോക് സേവ ആയോഗ്, ഓക്കെ, സംക്ഷിപ്ത് വിജ്ഞാപനം എന്ന് പറയുന്നത്, അതായത് ഒരു ഷോർട്ട് നോട്ടീസ് ആയിട്ടാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഓക്കെ, ഷോർട്ട് നോട്ടീസ് പരീക്ഷ കാ വിസ്തൃത വിജ്ഞാപൻ ദിനാങ്ക് 28/7/2025. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ 28/7/2025 വരും. ഓക്കെ, അത് നമുക്ക് ഈ അഡ്രസ്സിലൂടെ, ഞാനിപ്പോ കാണിച്ച വെബ്സൈറ്റിൽ ഈ അഡ്രസ്സിലൂടെ എത്താൻ പറ്റും. അല്ലെങ്കിൽ UP PSC എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം. ഓക്കെ, LT ഗ്രേഡ് ശിക്ഷക്
ഓക്കെ, LT ഗ്രേഡ് ടീച്ചർ ആണ്. LT ഗ്രേഡ് ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. LT ഗ്രേഡ് ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വേക്കൻസി 7466 ആണ്. ഓക്കെ, ഇനി ഇത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഞാൻ പറയാം, നമുക്ക് അപ്ലൈ പറ്റി ഓൾ എല്ലാ സ്റ്റേറ്റ്സിനും അപ്രൂവ്ഡ് ആണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറേണ്ടി വരും. മീൻസ് റിസർവേഷൻ എന്ന് പറയുന്നത് ഏജ് വൈസ് ആയിട്ടുള്ള റിസർവേഷൻ, ബാക്കിയുള്ളത് കിട്ടും ഏജ് വൈസ് ആയിട്ടുള്ള. അതായത് UP-കാർക്ക് മാത്രമേ SC ST OBC ആയിട്ടുള്ള ഒരു 3 year 5 year എന്നുള്ള കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള സ്റ്റേറ്റ്സുകാരെല്ലാവരും ഏജ് എന്ന് പറയുന്നത് 21 വയസ്സ് ടു 40 വയസ്സാണ് കേട്ടോ. 40 വയസ്സാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. 21 to 40 വയസ്സാണ് പ്രായം കണക്കാക്കുന്നത്. ഓൺ 1st July 2025 മുതലാണ് പ്രായം കണക്കാക്കുന്നത്. ഇതിന്റെ ഫോം ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് 20 July to 28 August 2025 വരെയാണ് ഇതിന്റെ എന്താ പറയാ ഫോം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡിഗ്രി പ്ലസ് B.Ed. ഇതിന്റെ പെർസെന്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ C.TET എന്ന് പറയുന്നത് ഇവിടെ വേണ്ട. C.TET വേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ടെറ്റ് എന്ന് പറയുന്ന K.TET അല്ലെങ്കിൽ UP-TET അങ്ങനെയുള്ള ടെറ്റുകളൊന്നും വേണ്ട. C.TET ടെറ്റ് സാധനങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് B.Ed. അതിന്റെ പെർസെന്റേജും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, പെർസെന്റേജിന്റെ ആവശ്യവും ഇല്ല. ഓക്കെ, അപ്പൊ ഗ്രാജുവേഷൻ പ്ലസ് B.Ed അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, TGT ആണ്, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണ്. ഓക്കെ, പിന്നെ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ OTR എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഭാഗത്ത് OTR ഓൺ ടൈം രജിസ്ട്രേഷൻ, ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് എന്താണ് ആവേദൻ ഹേതു ഇച്ഛക് അല്ലേ, अभ्यर्थियों को सलाह ഇവിടെ ओके इच्छुक अभ्यर्थियों को सलाह दी जाती है कि ऑनलाइन आवेदन प्रारंभ होने से पूर्व एकल अवसरीय पंजीकरण എന്ന് വെച്ച് കഴിഞ്ഞാൽ OTR ഓൺ ടൈം രജിസ്ട്രേഷൻ कर सकते हैं. OTR नंबर प्राप्त करने का सुनिश्चित करो क्योंकि OTR आधारित ഓൺലൈൻ ആവേദൻ ഹി സ്വീകാർ കിയ ജായേഗ എന്നുള്ള കറക്റ്റ് പറയുന്നുണ്ട് ഫസ്റ്റ് ഷോർട്ട് നോട്ടീസിൽ തന്നെ. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളത് ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ കേരള PSC ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതെന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, നമ്മൾ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണും. ഇവിടെ ഉണ്ട് OTR സ്റ്റെപ്പ് 4 OTR ബേസ്ഡ് ആപ്ലിക്കേഷൻ. ഇവിടെയാണ് അത് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ആ കാര്യം എന്തൊക്കെയാണെന്നുള്ള അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു പ്രിലിമിനറി എക്സാംസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു മെയിൻ എക്സാംസ് ഉണ്ടായിരിക്കും. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവും, പ്രിലിമിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ്. പക്ഷെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. 150 മാർക്കിന്റെ എക്സാംസ് ആണ്. അതിൽ നിങ്ങൾക്ക് മാത്സോ മെന്റൽ എബിലിറ്റിയോ റീസണിങ്ങോ ഇംഗ്ലീഷോ ITയോ കമ്പ്യൂട്ടറോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സബ്ജക്ട് പ്ലസ് ജനറൽ അവയർനെസ് ആണ് രണ്ടിലും, പ്രിലിംസിലും മെയിനിലും വരുന്നത്. പ്രിലിംസിൽ ജസ്റ്റ് സബ്ജക്ട് പ്ലസ് ജനറൽ അവയർനെസ് ആണ്. പിന്നെ മെയിനിലേക്ക് വരുമ്പോഴത്തേക്ക് സബ്ജക്ട് പ്ലസ് ഹിന്ദി 30 മാർക്കിന്റെ ഹിന്ദി. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ വളരെ സുഖസുന്ദരമായിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. പിന്നെ നിങ്ങൾ ഇത് ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ തമ്പനയിൽ നിങ്ങൾ കണ്ടപ്പോഴത്തേക്ക് GIC അതായത് ടീച്ചർ UP ടീച്ചർ GIC എന്ന് പറഞ്ഞ് കണ്ടതാണ്. GIC എന്താണ് GIC എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ഗവൺമെന്റ് ഇന്റർ കോളേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. UP LT ഗ്രേഡ്, UP ലൈസൻസേറ്റഡ് ഗ്രേഡ് ടീച്ചർ എന്താണ് ഗവൺമെന്റ് ഇന്റർ കോളേജ് എന്നേ അർത്ഥമുള്ളൂ. GIC ഹിന്ദി പറയുകയാണെങ്കിൽ രാജകീയ വിദ്യാലയം എന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ, ആ ഒരു കാര്യമുള്ളൂ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സും പ്രൊസീജിയറും സിലബസും കാര്യങ്ങളൊക്കെയാണ്. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് UP പോയി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. 7466 വേക്കൻസിയാണ്. അതില് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോക്കിക്കോണേ, 7466 വേക്കൻസിയില് 4866 വേക്കൻസികള് 4866 വേക്കൻസി എന്ന് പറയുന്നത് 4866 വേക്കൻസികള് മെയിലിനും അതുപോലെ 2525 വേക്കൻസികൾ ഫീമെയിലിനുമാണ് കേട്ടോ. ഫീമെയിലിനുമാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആ ലെവലിലാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. 4760 പുരുഷന്മാർക്കും 2525 സ്ത്രീകൾക്കുമാണ്. ഓക്കെ, അത് തരംതിരിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇനി അവിടുത്തെ പോപ്പുലേഷൻ ബേസ് കണക്കാണോ എന്ന് അറിയത്തില്ല. സാധാരണ ഗേൾസിനാണ്, വുമൻസിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാറുള്ളത്. പക്ഷെ ഇവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ മുന്നേ ഉള്ള എക്സാം നടന്നിരിക്കുന്നത് 2018 അപ്പൊ 2018 ഈ മെയിൻസ് എന്നുള്ള സംഭവം ഒന്നും ഇല്ലായിരുന്നു. സോറി, ഡിഫിക്കൽട്ടി ഒന്നും അല്ലായിരുന്നു. ഇനി അപ്പം 2018 നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ എന്തൊക്കെ വരുന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് അറിയാൻ പറ്റും. എന്നാലും അതിനെപ്പറ്റി 2018 കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു തരാം. അതില് നിങ്ങളുടെ കഴിഞ്ഞ കട്ട് ഓഫ് മാർക്ക് ഉൾപ്പെടുത്താം. അതുകൂടാതെ സിലബസ് കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതുകൂടാതെ ഒരു വീഡിയോ ഒരു കാര്യം കൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തരാം, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. കേട്ടോ, വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നിങ്ങൾ PSC ചെയ്യുന്ന പോലെയാണ്. ബേസിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അഡ്രസ്സും കാര്യങ്ങളും, അച്ഛന്റെ പേരും അമ്മയുടെ പേരും നിങ്ങളുടെ പേരും സെക്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്യുക, അത്ര കാര്യങ്ങളെ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ ആണ്. പ്യൂർലി ഗവൺമെന്റ് മീൻസ് വേക്കൻസി ആണ്, ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസി ആണ്. തീർച്ചയായിട്ടും സീറ്റെട്ടോ കേട്ടെട്ടോ ഒന്നും വേണ്ട, ഒരു ടെട്ടും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടോ, നിങ്ങൾക്കൊരു BEd ഉണ്ടോ, ഇതിൽ അപ്ലൈ ചെയ്യാം. പെർസെന്റേജ് നോക്കുന്നേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം വരുമ്പോഴത്തേക്ക് ജസ്റ്റ് തൊട്ടടുത്ത ദിവസങ്ങൾ 20 മുതൽ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് വന്നു തുടങ്ങും വെബ്സൈറ്റില്. അപ്പൊ നിങ്ങൾ ഒരു അറിയിപ്പ് തരാം. അതിന് മറ്റു വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ട് തരാം. മീൻസ് സിലബസും കാര്യങ്ങളും അതുപോലെ തന്നെ OTR രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ എനിവേ ജസ്റ്റ് എല്ലാവരും ഇത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, പുറത്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഇത് അറിയപ്പെടാതിരിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതർ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവര്, നിങ്ങളുടെ ബന്ധുക്കള്, ഓക്കെ, കൂട്ടുകാര്, അവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ ധാരാളമായിട്ട്. അപ്പൊ പെൺകുട്ടികൾക്കും അവിടെ പോയി വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ജോലിയാണ്. എവിടെ ഇരുന്നാലും ഒരു ഏകദേശം ഒരു 30,000 എബോവ് ഒരു സാലറി ഉള്ള, പെർമനന്റ് സാലറി ഉള്ള, സ്ഥിരം സാലറി ഉള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ആ ജോലി കിട്ടി ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്ര കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അല്ലെങ്കിൽ ആ കാണുന്ന നമ്പറിൽ, മുകളിൽ കാണപ്പെടുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുകയും ചെയ്യുക. അഡ്മിഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അഡ്മിഷൻസ് ഓക്കെ ആണെങ്കിൽ, അതായത് കൂടുതൽ പേര് നമ്പേഴ്സ് ഓഫ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കാണത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാ സബ്ജക്റ്റും ഉണ്ട് കേട്ടോ. എല്ലാ സബ്ജക്റ്റും ഉണ്ട്. എല്ലാ സബ്ജക്ട്സിനും പോസ്റ്റുകളുണ്ട്. ഒരു സബ്ജക്റ്റ് അല്ല, എല്ലാത്തിനും. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മലയാളം ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതുപോലെ തന്നെ ജനറൽ സയൻസ് ഉണ്ട്, ബയോളജി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട് എന്ന് വേണ്ട എല്ലാ പോസ്റ്റുകളും, ഹോം സയൻസ് ഉണ്ട് എന്ന് വേണ്ട എല്ലാ പോസ്റ്റുകളും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. അപ്പൊ എല്ലാവരും ഇതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.